4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തി. 2 ദിവസത്തേക്കായിരുന്നു പുടിന്റെ ഈ ഇന്ത്യ സന്ദർശനം. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് വേണ്ടിയിട്ടായിരുന്നു പുടിൻ ഡൽഹിയിലെത്തിയത്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ഈ സന്ദർശനത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് പുടിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും വാഹനവുമാണ്. പുടിന്റെ സുരക്ഷയ്ക്കായി 5 തലങ്ങളിലുള്ള പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു ഡൽഹിയിൽ ഒരുക്കിയത്. റഷ്യയുടെ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസും ഇന്ത്യയുടെ എലൈറ്റ് ഫോഴ്സായ NSGയും ഡൽഹി പോലീസും ചേർന്നാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ നിർവഹിച്ചത്. പുടിന്റെ ഏറ്റവും അടുത്ത് തന്നെ നിൽക്കുന്ന 24/7 കൂടെ തന്നെയുള്ള ഇന്നർ ലെയർ പ്രൊട്ടക്ഷൻ റഷ്യയുടെ തന്നെ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസ് ഏജന്റുമാരുടെ ഉത്തരവാദിത്തമാണ്. ഭക്ഷണം പരിശോധിക്കാൻ സ്പെഷ്യൽ മിലിറ്ററി ട്രെയിനിങ് കിട്ടിയ ഉദ്യോഗസ്ഥരും മൊബൈൽ ടെസ്റ്റിംഗ് ലാബും അടക്കം ഈ ഗ്രൂപ്പിലുണ്ട്. ഔട്ടർ ലെയർ പ്രൊട്ടക്ഷൻ ഇന്ത്യയുടെ തന്നെ സൂപ്പർ കമാൻഡോ ഫോഴ്സായ NSGയും ഡൽഹി പോലീസും ചേർന്നാണ് നിർവഹിച്ചത്. ഇതുകൂടാതെ സുരക്ഷയ്ക്കായി AI സർവേലൻസ്, ഡ്രോൺസ്, ഫേസ് ഐഡന്റിഫിക്കേഷൻ കാപ്പബിലിറ്റീസ് ഉള്ള ക്യാമറാസ്, സഞ്ചരിക്കുന്ന യാത്രയിൽ വഴിയരികിലുള്ള ബിൽഡിംഗുകളിൽ സ്നൈപ്പേഴ്സ് എന്നിവയും ഉണ്ടാകും. ഏറ്റവും വലിയ സവിശേഷത പുടിന് സഞ്ചരിക്കാനായി റഷ്യയിൽ നിന്ന് പ്രത്യേകം എത്തിച്ച RS സെനറ്റ് ലിമസിൻ കാറാണ്. റഷ്യൻ റോൾസ് റോയ്സ് എന്നറിയപ്പെടുന്ന ഈ ആഡംബര കവചിത വാഹനം സ്പെഷ്യൽ മിലിറ്ററി കാർഗോ ഫ്ലൈറ്റിലാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ലിമസിൻ ബുള്ളറ്റ് പ്രൂഫ് ആണെന്നുള്ളത് മാത്രമല്ല, ഗ്രനേഡുകളെയും കുഴിബോംബുകളെയും അടക്കം ഭേദിക്കാൻ കഴിവുള്ളവയാണ്. സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ, പഞ്ചറായാലും ഓടാൻ കഴിയുന്ന ടയറുകൾ, തകരാറിലായാലും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഓക്സിജൻ ഫെസിലിറ്റീസ് അടക്കം ഈ വാഹനത്തിലുണ്ട്. ഇത്രയേറെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടും പ്രോട്ടോകോളുകൾ ലംഘിച്ച് മോഡിയും പുടിനും സ്വീകരണത്തിന് ശേഷം ഒരു ടൊയോട്ട ഫോർച്യൂണർ കാറിലാണ് പ്രധാനമന്ത്രിയുടെ വസതിയായ ഹൈദരാബാദ് ഹൗസിലേക്ക് പോയത്. ഈ സംഭവം നയതന്ത്ര തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പുടിന്റെ ഇന്ത്യ വിസിറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ടും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Islam signing off from Infinite Sense.